ഇനി നമുക്ക് ദശകം 90-ലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ശ്ലോകം വായിക്കാം. മൂർത്തിത്രയേശ്വര സദാശിവപഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സ വികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. ഇതിലും വിഷ്ണു മഹാത്മ്യം തന്നെയാണ് പറയണത്. നമുക്ക് ഇതിലെന്താ പറയണത് നോക്കാം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം എന്ന് പറഞ്ഞാല് മൂർത്തിത്രയ ഈശ്വര സദാശിവ പഞ്ചകം. മൂർത്തിത്രയം പറഞ്ഞ ത്രിമൂർത്തികളെ, അപ്പൊ അത് മൂന്നായി. 3 ത്രിമൂർത്തികളെ, പിന്നെ മൂർത്തിത്രയ ഈശ്വരൻ സദാശിവൻ, അങ്ങനെ പഞ്ചകം 5ആയിട്ട് എന്നാണ്. അപ്പൊ മൂർത്തിത്രയ ഈശ്വര സദാശിവ പഞ്ചകം, ത്രിമൂർത്തികളും ഈശ്വരനും സദാശിവനും, അങ്ങനെയുള്ള ആ 5ആയിട്ട് യത് പ്രാഹു, ഏതിനെയാണോ ആൾക്കാർ പറയുന്നത്, പരാത്മവപുരേവ സദാശിവോസ്മിൻ. അപ്പോ ഈ ഈ 3 ത്രിമൂർത്തികള്, പിന്നെ ഈശ്വരൻ 4-മത്തെ, 5-മത്തെ സദാശിവൻ, ഇങ്ങനെ ഈ 5 രൂപങ്ങളായിട്ട് ശിവഭക്തന്മാര്, ശൈവന്മാരൊക്കെ ഇതൊക്കെ ശിവന്റെ 5 രൂപങ്ങളായിട്ടാണ് പറയുക. ത്രിമൂർത്തികളും ശിവനിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ഇതൊക്കെ. പിന്നെ ഈശ്വരൻ, സദാശിവൻ, അങ്ങനെ 5 ഭാവത്തിൽ ശിവനെ തന്നെയാണ് പറയണത്. പക്ഷെ ഇവിടെ എന്താ പറയണത്, മേൽപ്പത്തൂര് പറയണത് യത് പ്രാഹു, ഏതിനെയാണോ അങ്ങനെ പഞ്ചകം ആയിട്ട് പറയണത്, അസ്മിൻ സദാശിവ പരമാത്മവപു ഏവ പറയണ, അതില് ഈ പഞ്ചകത്തില് എന്നാണ്. അസ്മിൻ പറഞ്ഞാല് ആ 5 സദാശിവ, 5-മത്തെ പറയണ ആ സദാശിവൻ പരമാത്മവപു ഏവ, ആ പരമാത്മസ്വരൂപിയായ ഭഗവാൻ തന്നെയാണ്. അതായത് അനിർവചനീയനായിട്ടും നിർഗുണനും നിഷ്കളനും ഒക്കെ ആയിട്ടുള്ള പരമാത്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെയാണ് സദാശിവനായിട്ട് പറയണത് എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ഇതില് മേൽപ്പത്തൂര് ഇതൊക്കെ വിഷ്ണു തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. അപ്പൊ ഈ 5 അവസാനത്തെ സദാശിവൻ എന്ന് പറയണത് ആ പരമാത്മസ്വരൂപനായ ഭഗവാനാണ്. പിന്നെ തത്ര ഈശ്വരസ്തു, തത്ര ഈശ്വരഃ തു എന്നാണ്, തത്രേശ്വരസ്തു, തത്ര അവിടെ, ആ പഞ്ചകത്തില് ഈ 5 ഈശ്വരഃ തു, ഈശ്വരൻ ആകട്ടെ. 4-മത് പറഞ്ഞത്, ആദ്യ ത്രിമൂർത്തികളെ പറഞ്ഞു, 3 4-മതാണ് ഈശ്വരൻ, പിന്നെ 5-മതാ സദാശിവൻ പറഞ്ഞത്. അതിൽ ആ 4-മത്തെ ഈശ്വരഃ തു, ഈശ്വരനാകട്ടെ, സ വികുണ്ഠപദസ്ത്വമേവ, സ വികുണ്ഠപദ പറഞ്ഞാൽ ആ വൈകുണ്ഠ സ്ഥാനമായിട്ടുള്ള ത്വമേവ, നിന്തിരുവടി തന്നെയാണ്. അപ്പൊ അതിൽ 4-മത് പറയണ ഈശ്വരൻ എന്ന് പറയണത് വൈകുണ്ഠവാസിയായ നിന്തിരുവടി തന്നെയാകുന്നു. അതില് സദാശിവൻ എന്ന് പറയണത് പരമാത്മസ്വരൂപിയായ നിന്തിരുവടിയാകുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് വൈകുണ്ഠവാസിയായ ശേഷമെത്തയിൽ പള്ളി കൊള്ളുന്ന ആ നിന്തിരുവടിയാകുന്നു എന്നാണ്. പിന്നെയോ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ, ത്രിത്വം 3 എന്നുള്ള ഭാവം ത്രിമൂർത്തികളായിട്ട് പുനർഭജസി എന്നാണ്. ആ ത്രിമൂർത്തികളായിട്ട് ഇരിക്കണതോ സത്യപദേ ത്രിഭാഗേ പറഞ്ഞാൽ ആ സത്യലോകത്തിന്റെ 3 ഭാഗങ്ങളിലായിട്ട് ത്രിമൂർത്തികളായിട്ട് ഓരോരോ ഭാഗത്ത് ഓരോരുത്തരായിട്ട്, വിഷ്ണു ലോകത്തിൽ വിഷ്ണുവായിട്ടും ശിവലോകത്തിൽ ശിവനായിട്ടും ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവായിട്ടും, അങ്ങനെ സത്യലോകത്തിൻ്റെ ഉള്ളിലുള്ള 3 ഭാഗങ്ങളിലെ 3 രൂപത്തില്
ഉള്ളതും നിന്തിരുവടി തന്നെ എന്നാണ് പറയണത്. ത്രി ത്വം പുനഃ, അവിടുന്ന് തന്നെ പിന്നീട് ത്രിഭാഗേ പറഞ്ഞ 3 ഭാഗങ്ങളുള്ള സത്യപദേ, ആ സത്യലോകത്തിൽ ത്രിത്വം ഭജസി പറഞ്ഞാലോ 3 എന്ന അവസ്ഥയെ നിന്തിരുവടി തന്നെയാണ് പ്രാപിക്കുന്നത് എന്നാണ്. ആ മൂർത്തിത്രയം ത്രിമൂർത്തികളായിട്ട് സത്യലോകത്തിൽ 3 ലോകങ്ങളില് ത്രിമൂർത്തികളായിട്ട് വസിക്കുന്നതും നിന്തിരുവടി തന്നെ എന്നാണ്. അപ്പൊ ഈ ശ്ലോകത്തില് എന്താണ് പറയുന്നത്? ശൈവന്മാര് ശിവപുരാണത്തിലൊക്കെ ശിവഭക്തന്മാരൊക്കെ പറയണ ഈ 5 രൂപത്തില് പഞ്ചകം ആയിട്ട് ശിവന്റെ 5 ഭാഗങ്ങളായിട്ട് പറയണ ഈ 5 വിഷ്ണുവിന്റെ തന്നെ ഭാഗങ്ങളായിട്ട് ഭാഗവതത്തിലും അതുകൊണ്ട് നാരായണീയത്തിലും ഒക്കെ മേൽപ്പത്തൂര് ഉറപ്പിച്ച് പറയാണ് ഇതൊക്കെ വിഷ്ണു ഭഗവാന്റെ തന്നെ പല രൂപങ്ങളാണ്. അതില് ആദ്യത്തെ ത്രിമൂർത്തികളായിട്ടുള്ളത് സത്യലോകത്തില് 3 ലോകത്തായിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് അത് നിന്തിരുവടി തന്നെ. അതാ ആ പരബ്രഹ്മത്തിൽ നിന്ന് ഓരോരോ ഗുണങ്ങൾ സ്വീകരിച്ച് ഓരോ രൂപവും നാമവും ഒക്കെ സ്വീകരിച്ച് സത്വഗുണം നല്ലോണം അധികമായിട്ടുള്ള മഹാവിഷ്ണു, രജോ ഗുണം വളരെ അധികമായിട്ടുള്ള ബ്രഹ്മാവ്, പിന്നെ സത്വഗുണവും തമോ ഗുണവും രണ്ടും ഒരുപോലെ ധാരാളമായിട്ടുള്ള പരമശിവൻ, ഇങ്ങനെ ത്രിമൂർത്തികളായിട്ട് സത്യലോകത്തില് 3 ലോകങ്ങളിലും ആയിട്ട് വസിക്കുന്നത് നിന്തിരുവടി തന്നെയാണ്. പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് ആ വൈകുണ്ഠവാസിയായ അവിടുന്ന് തന്നെയാണ്. സദാശിവം എന്ന് പറയുന്നത് ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള നിന്തിരുവടി തന്നെയാണ്. ഈ ശൈവ ഭക്തന്മാര് ശിവന്റെ 5 രൂപങ്ങളായിട്ട് പറയണത് ഇത് എല്ലാം വിഷ്ണുവിന്റെ തന്നെ 5 രൂപങ്ങളാണ് എന്ന് സമർത്ഥിക്കുകയാണ് വിഷ്ണു ഭക്തനായ വൈഷ്ണവനായിട്ടുള്ള മേൽപ്പത്തൂര് ഈ ശ്ലോകത്തില്. വേഗാന്വയായിട്ടൊരർത്ഥം പറയാം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികള്, ഈശ്വരൻ, സദാശിവൻ, ഇങ്ങനെ 5ആയിട്ട് യത് പ്രാഹു എന്ന് ശിവഭക്തന്മാര് അങ്ങനെ ശിവന്റെ 5 ഭാഗങ്ങളായിട്ട് ഏതിനെയാണോ പറയുന്നത് അസ്മിൻ അതില് അവയിൽ സദാശിവ പരമാത്മഭൂത്വമേവ, അതില് ആ 5ാമത് പറഞ്ഞ ആ സദാശിവൻ എന്ന് പറയുന്നത് പരമാത്മസ്വരൂപിയായ നിന്തിരുവടിയാകുന്നു. തത്ര ഈശ്വരഹാതു, ആ പറഞ്ഞതില് അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് വികുണ്ഠപദ ത്വമേവ, ആ വൈകുണ്ഠവാസിയായ അങ്ങ് തന്നെയാകുന്നു. ത്വം പുനഃ, അവിടുന്ന് തന്നെ പിന്നീട് ത്രിഭാഗേ സത്യപദേ, 3 ഭാഗങ്ങളായിട്ടുള്ള സത്യലോകത്തിൽ ത്രിത്വം ഭജസി, 3ആയിട്ട് വസിക്കുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ 3 രൂപങ്ങളെടുത്തിട്ട് സത്യലോകത്തിന്റെ 3 ലോകങ്ങളിൽ 3 ഭാഗങ്ങളിലായിട്ടിരിക്കുന്നതും നിന്തിരുവടി തന്നെ എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സ വികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ.